ഇന്ത്യ ഇപ്പം വിമൻസ് വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് കുറേ കളി മഴ കൊണ്ടുപോയി, അതുകൊണ്ട് കളിച്ച ടീമുകളാണോ അതിനകത്ത് എത്തിയെന്നൊക്കെ ഉള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ച ടീമുകൾ തമ്മിലുള്ളൊരു കളി അതിൻ്റെ ഫൈനലിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒരു മെൻസ് ടൂർണമെൻറ്റിനേക്കാളും രസകരമായിട്ടുള്ള പല കളികളും അതിനകത്ത് നടന്നിട്ടുണ്ട്, പല മാച്ചസും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ നേരത്തെ മുതലേ ഇത് റിപ്പോർട്ട് ചെയ്യുകയും കാണുകയും ചെയ്യുന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമൻസ് ടൂർണമെൻറ്റിന് വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം ഒരു വിമൻസ് ഫൈനൽ ചെയ്ത 2009 ലോർഡ്സിൽ, അത് പക്ഷെ T20 ലോകകപ്പ് ഫൈനലായിരുന്നു. അതിലൊക്കെ നമുക്ക് അറിയണ പത്രപ്രവർത്തകർ ആരും ഇല്ല. ഞാനവിടെ നേരത്തെ എത്താൻ കാരണം എനിക്ക് വൈകുന്നേരം ആണുങ്ങളുടെ ഫൈനൽ കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം എന്താണെന്ന്, ഇവിടെ നിങ്ങളുടെ ഓഫീസിന്റെ പുറത്ത് റോഡിലൊരു കളി നടക്കുന്നുണ്ടെങ്കിലും അത് പോയി ഞാൻ കാണും. അപ്പൊ ഇതൊരു കളി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ എത്തി അത് കണ്ടു. അങ്ങനെയുള്ള, അല്ലാതെ ഞാൻ അതിനായിട്ട് ഇറങ്ങിയൊരു ജേർണലിസ്റ്റ് ആയിരുന്നില്ല സ്ത്രീകളുടെ ക്രിക്കറ്റ് കവർ ചെയ്യാൻ. ശരിക്കും ആദ്യത്തെ 9 കൊല്ലം ഞാൻ ആദ്യം ഒരു സ്ത്രീകളുടെ മാച്ച് കവർ ചെയ്യുന്നത് ഞാൻ എഴുതാൻ തുടങ്ങി 9 കൊല്ലത്തിന് ശേഷം, കൃത്യം 9 കൊല്ലത്തിന് ശേഷം. അതും ഇതേപോലെ ഒരു ഇന്ത്യ ഓസ്ട്രേലിയ ആണുങ്ങളുടെ മത്സരത്തിന് മുമ്പ് MCGയിൽ വെച്ചിട്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിനും ഇതേപോലെ പ്രസ് ബോക്സ്, MCG പ്രസ് ബോക്സ് എന്ന് പറഞ്ഞാൽ കൂറ്റൻ പ്രസ് ബോക്സ് ആണ്. അതിലാകെ 3 ആളോട്ട് ഇരിക്കുന്നുണ്ട്. ഇത് 2008 ഫെബ്രുവരിയിലാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ കളിയിലാണ് ഇപ്പോൾ സ്ത്രീകളുടെ ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഒരു ഗാരി സോബേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന എലീസ് പെറി, ഓസ്ട്രേലിയ പെറി, ആ കളിയിലാണ് ഡെബ്യൂ ചെയ്യുന്നത് ഓസ്ട്രേലിയക്ക് വേണ്ടി. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കളി കാണുന്നത്. അപ്പൊ എനിക്ക് ഒന്നും അറിയില്ല ഇതിനെപ്പറ്റി. പക്ഷെ പെറിയുടെ ആ ഇന്നിങ്സിൽ ഒരു സ്ട്രേറ്റ് 6 അടിച്ചു. അത് MCGയിൽ റോപ്പ് കുറച്ചുള്ളിലായിരുന്നു, പക്ഷെ അത്രയും വലിയ ബൗണ്ടറിയാണ്. അവിടെ 6 അടിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. അപ്പൊ എനിക്ക് ശരിക്കും ഇതിലൊന്നും കുറേ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കളി കഴിഞ്ഞപ്പോൾ ആകെ ഈ ഞാൻ പറഞ്ഞ പോലെ 3-4 ആളേ ഉള്ളൂ. ഇപ്പൊ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഒരു വോളണ്ടിയർ വന്നിട്ട് ചോദിച്ചു ആർക്കെങ്കിലും പെരിയോട് സംസാരിക്കണോ. അപ്പൊ ഞാനാണ് പോയി ആദ്യം ഇന്റർവ്യൂ ചെയ്തത്, എലീസ് പെരി ഇന്റർവ്യൂ ചെയ്തത്. ആദ്യം ഇന്റർവ്യൂ ചെയ്തതെന്ന് ഒരു മേജർ പബ്ലിക്കേഷനാണ്. ഞാൻ ESPN ക്രിക്കറ്റ് ഫോൾ ഇപ്പോഴും അത് വായിക്കാൻ പറ്റും നമുക്ക്. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ പല്ലില് ക്ലിപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ സ്കൂൾ കുട്ടിയെ പോലെ, ശരി 17 വയസ്സേ ഉള്ളൂ, ഇത് ചിരിച്ചിട്ടാണ് എല്ലാം ഉത്തരം പറഞ്ഞത്. പക്ഷെ നമുക്ക് അപ്പൊ ആ കളി കാണുമ്പോ തന്നെ അറിയായിരുന്നു ഇവര് വലിയൊരു കളിക്കാരാവുന്നുള്ളത്. അവിടുന്നാണ് ഞാൻ ആദ്യം കവർ ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെ 3 ഫൈനൽ എപ്പോഴും ആണുങ്ങളുടെ കളിയുടെ ഭാഗമായിട്ട് മറ്റേ ആദ്യം ഒരു സ്ത്രീകളുടെ കളി ഉണ്ടാവും, പിന്നെ ആണുങ്ങളുടെ മെയിൻ മാച്ച് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ വിറ്റിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് 16-ന് ശേഷമാണ് വേറെ വേറെ ലോകകപ്പാക്കി മാറ്റിയത് T20ക്ക്. അപ്പൊ അങ്ങനെ ഞാൻ 3 ഫൈനൽ ചെയ്തു. പക്ഷെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ 2012 കൊളംബോയിൽ ഇതേപോലെ 4 ആള് സ്ത്രീകളുടെ ഫൈനൽ. അത് അപ്പോഴത്തെ ഓസ്ട്രേലിയൻ ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടീമായിരുന്നു. ആണുങ്ങളുടെ ഫൈനൽ കളിച്ചത് ശ്രീലങ്കയും വെസ്റ്റ് ഇൻഡീസും, രണ്ടും ആരും ഓർമ്മിക്കാത്ത ടീമുകൾ. വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു, പക്ഷെ അതിലങ്ങനെ ഗ്രേറ്റ് പ്ലേയേഴ്സ് എന്ന് പറയാൻ വളരെ ചുരുക്കം കളിക്കാരേ ഉള്ളൂ. ശ്രീലങ്കയ്ക്ക് കുറച്ച് പേരുണ്ടായിരുന്നു, മലിംഗ, സംഘക്കാർ, അവരൊക്കെ. പക്ഷെ ഈ ഓസ്ട്രേലിയൻ ടീമിൽ മുഴുവൻ ഓൾ ടൈം ഗ്രേറ്റ്സ് ആയിരുന്നു ആ സ്ത്രീകളുടെ ടീമിൽ. പക്ഷെ ആകെ 4 ആള്. അത് ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള 2 പത്രപ്രവർത്തകർ അവർ ആണുങ്ങളുടെ ടീം ഔട്ടായത് കാരണം വന്നതാണ്. അവർക്ക് ഒരു കളിക്കാരുടെ പേര് പോലും അറിയില്ല. അപ്പൊ അവര് എന്താ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചോണ്ടിരിക്കും. അപ്പൊ അതായിരുന്നു അപ്പോഴത്തെ സ്ഥിതി. ഇപ്പൊ ഞാൻ ഫോട്ടോസ് കണ്ടപ്പോ പ്രസ് ബോക്സ് ഒക്കെ ഫുള്ളാണ് നവി മുംബൈയില്. മറ്റെല്ലാവരും കളിക്കാരുടെ കൂടെ സെൽഫി ഒക്കെ എടുക്കുന്നു ട്രോഫി ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ അത് കണ്ടപ്പോ ശരിക്കും സന്തോഷമായി. പ്രസ് ബോക്സ് മാത്രമല്ല, കാണികളുടെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ള വലിയ, നമ്മൾ മറ്റേ മെൻസ് ക്രിക്കറ്റ് പോലെ തന്നെ വലിയ ജനാവലി എത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല സ്ട്രാറ്റജിയിലും ടാക്ടിക്സിലും ഒക്കെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിക്കറ്റ്, ലെഗസി ക്രിക്കറ്റിൻ്റെ ഒക്കെ അംശങ്ങൾ ഈ പുതിയ സ്ത്രീകളുടെ മത്സരത്തിൽ ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു ടെക്നിക്കൽ റിവ്യൂ എങ്ങനെയാണ് ദിലീപ് നടത്തുക? പലപ്പോഴും എനിക്ക് T20 പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും സ്ത്രീകളുടെ കളിയെ കാണാൻ ഇഷ്ടം. എന്താ വെച്ചാൽ ആണുങ്ങളുടെ T20 ഇപ്പോൾ വെറും ഒരു എന്താ പറയുക, ഒരു
മൈൻഡ്ലെസ് ഹിറ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ ഇത്രയും വലിയ ബാറ്റ് വെച്ച് കളിക്കുമ്പോൾ മിസ് ഹിറ്റ് വരെ 6-ന് പോവാണ്. ഇപ്പൊ കുൽദീപ് യാദവ് ഒക്കെ അന്ന് ഒരു ഓവറിൽ 20 റൺ എടുത്തു. അതിൽ 2 ഷോട്ടൊന്നും ശരിക്കും കണക്ട് ചെയ്തതും കൂടിയല്ല. പക്ഷെ അത്രയും പവർ ഉണ്ട്, കളിക്കാർക്കും അത്ര പവർ ഉണ്ട്. ബാറ്റ് ഇപ്പൊ റെയിൽവേ സ്ലീപ്പറിന്റെ അത്ര സൈസാണ് ക്രിക്കറ്റ് ബാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആകുമ്പോ എനിക്കത് കാണാൻ ഒരു രസവും തോന്നുന്നില്ല. എല്ലാ ബോളും ഇങ്ങനെ 6ഓ 4ഓ പോകുന്നത്. മറ്റേതിൽ കുറച്ചും കൂടി ഒരു സ്ട്രാറ്റജി വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കുള്ള ഫ്ലൈറ്റ് ചെയ്യണ സ്പിന്നേഴ്സ് കുറേം കൂടി കാണാം, മറ്റേ ലേറ്റ് കട്ടൊക്കെ കാണാം. ഈ ഷോട്ടൊന്നും ഇപ്പൊ മെൻസ് ക്രിക്കറ്റിൽ ഓൾമോസ്റ്റ് കാണാതെ ആയിട്ടുണ്ട്, ലേറ്റ് കട്ടൊക്കെ. അപ്പൊ അങ്ങനത്തെ ചില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയ മാറ്റം നേരത്തെ കാണികളുടെ കാര്യം പറഞ്ഞതാണ്. 2013 ഇന്ത്യ 50 ഓവർ ഇത് ഹോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ 2 റിപ്പോർട്ടേഴ്സിനെ അയച്ചു. എനിക്ക് കേൾക്കാത്ത തെറിയില്ല ബോർഡിന്റെ ഭാഗത്തുനിന്ന്. എന്താ വെച്ചാൽ അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഇതിൽ ഒരു റിട്ടേണും ഇല്ല. നമ്മൾ പൈസ ചെലവാക്കണമെന്നല്ലാതെ ഇവര് പോയ എല്ലാ ഗ്രൗണ്ടിലും ദയ തോന്നിയിട്ട് ഓർഗനൈസേഴ്സ് ചിലപ്പോൾ കുറച്ച് സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലാതെ കാണാൻ ആരുമില്ല. ഒരു മീഡിയ കവറേജും ഇല്ല. ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പാണ്, ഒരു കവറേജും ഉണ്ടായി. ഏറ്റവും മാക്സിമം കവറേജ് കൊടുത്തിരുന്ന വെസ്റ്റേൺ ഇന്ത്യ ആയിരുന്നു. വേറെ ആരും എല്ലാ മാച്ച് പോലും കവർ ചെയ്തിട്ടില്ല. അത് 12 കൊല്ലം മുമ്പ് അതാ സ്ഥിതി. അപ്പൊ അവിടുന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ പിന്നെ നമ്മുടെ ഈ കപ്പ് നേടിയ ടീമിനെ വെച്ച് പറയുകയാണെങ്കിൽ നല്ല കളിക്കാർ, അതായത് സ്മൃതി, ഷഫാലി, ദീപ്തി, ജമീമ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് പിന്നെ ദിലീപ് ഒരു അത്രയും നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് സെലക്ട് ചെയ്യാറായിരിക്കും. ഇതിലിപ്പോ ഒരു വേൾഡ് ലെവലിലേക്ക് ഉറപ്പായിട്ടും കയറുന്ന് പറയാൻ പറ്റുന്ന 2 കളിക്കാര്, ഒന്ന് സ്മൃതിയും മറ്റേ ദീപ്തി ശർമ്മയാണ്. ജമീമയുടെ പൊസിഷനിലൊക്കെ കുറെ കോമ്പറ്റീഷൻ ഉണ്ട്. ഹർമൻപ്രീത് കൗർ പിന്നെ പണ്ടത്തെ കളിക്കാരി അല്ല. 2017 ആ ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഇപ്പൊ ഇല്ല, കുറച്ചൊന്നും മങ്ങിയിട്ടുണ്ട്. പിന്നെ പക്ഷെ എന്നാലും നമ്മുടെ പണ്ടത്തെ കളിക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജുലൻ ഗോസ്വാമിയെ പോലത്തെ ഒരു പേസ് ബോളർ ഇല്ല ഇപ്പൊ. അതേപോലെ മിത്താലി രാജിനെ പോലത്തെ ഒരു നമ്പർ 3യും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കുറെ നമ്മുടെ ആണുങ്ങള് 83 ജയിച്ചതായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അതും ഒരു പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാ ഗ്രേറ്റ് പ്ലെയേഴ്സ് നമ്മൾ തപ്പി നോക്കണം. ഗവാസ്കർ ഒരു 1 ഡേ ഗ്രേറ്റ് ഒന്നും ആയിരുന്നില്ല. പിന്നെ കപിൽ ദേവ് ആണ് ഉള്ളത് ആ ടീമിൽ. ബാക്കി എല്ലാവരും തട്ടിമുട്ടി കളിക്കണ ആൾക്കാർ, പ്രത്യേകിച്ച് 50 ഓവേഴ്സ് അപ്പൊ 60 ഓവേഴ്സ് ആണ് ആ ഫോർമാറ്റിൽ കളിക്കുമ്പോൾ. അപ്പൊ ഈ ഇന്ത്യൻ ടീം ഇപ്പൊ ഓസ്ട്രേലിയക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ടീം ഓസ്ട്രേലിയയുടെ സ്ത്രീകളുടെ ടീം. അങ്ങനത്തെ കളിക്കാരൊന്നും നമ്മുടെ അടുത്തില്ല ഇപ്പൊ. ആകെ ഒരു സ്മൃതിയും ദീപ്തിയും മാത്രം ചിലപ്പോ ഓസ്ട്രേലിയ ടീം കയറും, വേറെ ആരും അതിൽ കയറില്ല. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. ഒരു ടീമായിട്ട് കളിച്ച് ജയിക്കാൻ പറ്റി. പിന്നെ എല്ലാവരും ചീത്ത പറയുന്ന ഒരു മനുഷ്യൻ മിസ്റ്റർ ജയഷാന് കുറെ ക്രെഡിറ്റ് കിട്ടും ഇതിന്. എന്നുവെച്ചാൽ ഈ സ്ത്രീകൾക്ക് ഒരേ മാച്ച് ഫീസ് കൊടുക്കാൻ തുടങ്ങിയത്, അവരുടെ ഈ WPL സ്റ്റാർട്ട് ചെയ്തത്, ഇതൊക്കെ ജയഷാണ്. അത് നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. അത് അയാളെ പറ്റി നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ അഭിപ്രായം എന്നുണ്ടെങ്കിലും ഇയാള് ബോർഡ് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. ഈ ജമീമ റോഡ്രിഗസിനെതിരായിട്ട് ഒരു വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അത് ശ്രദ്ധിച്ചിരുന്നോ? അത് കഴിഞ്ഞ കൊല്ലം അച്ഛൻ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അതിപ്പോ ഇടയ്ക്ക് ഇങ്ങനെ കയറി കുറെ നോൺസെൻസ് ആയിരുന്നു അത്. അവരെന്താ വെച്ചാൽ ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അവര് എല്ലാ പ്രസ് കോൺഫറൻസിലായാലും അഭിമുഖത്തിലായാലും ജീസസിനെ പറ്റി സംസാരിക്കും. വിശ്വാസമുള്ള ഒരു കുട്ടിയാണ്, അതിലൊരു തെറ്റില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഇപ്പൊ സാലയൊക്കെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം സജ്ജ ചെയ്യാ. അപ്പൊ അത് ഓരോരുത്തരുടെ വിശ്വാസം. അതിനിപ്പോ നമ്മളെന്തിനാ ചൊറിയണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് പൊളിറ്റിക്കലി അത് മുംബൈയിലും കൂടി ആയതുകൊണ്ട് കുറെ കുത്തിരിപ്പ് നടത്തിയതാണ് ആൾക്കാർ.